ഈ ചർച്ച നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. കാരണം എപ്പോഴും ഒരു സംവാദം നടന്നു കഴിഞ്ഞാൽ അതിൽ ഒരു പൊതുജനത്തിന് പൊതുവെ അതിലൊരു വിജയിയെ അവർക്ക് നിശ്ചയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ഒരു സംവാദത്തിൽ ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ മെറിറ്റ് ഉണ്ടാകും, പക്ഷെ അത് വേണ്ടത്ര രീതിയിൽ അത് അവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാവുകയും കുനിശ്ചിത ബുദ്ധി എന്നോട് ചോദിച്ചു, എനിക്കൊരു മെസ്സേജ് അയച്ചു, ആ സമയത്ത് കുറച്ച് പരസ്യം കിട്ടുമെന്നുള്ള നിന്റെ ഇടപാട് എന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ പറഞ്ഞു, ഈ സാധാരണഗതിയിൽ ഇപ്പം മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴും നമ്മൾ പരസ്യം ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാറൊന്നുമില്ലല്ലോ. അത് ബ്രേക്ക് ഇല്ലാതെ അങ്ങ് പോകില്ല, ഇടവേളയൊന്നും എടുക്കാതെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഈ സാധനം ഒരു 2 മണിക്കൂർ നീണ്ടുപോയാലും ഒരു ഇടവേളയും കിട്ടാൻ പോകുന്നില്ല, ഒരു പരസ്യം ഇവിടെ കൊടുക്കാനും പോകുന്നില്ല, ഏറെ നഷ്ടപ്പെടുന്നില്ല. പക്ഷെ അതുണ്ടാകുന്ന ഒരു വലിയൊരു പൊളിറ്റിക്കൽ കൾച്ചറിന്റെ തുടക്കം, അതിന്റെ തിരശ്ശീല ഉയർത്താൻ പറ്റിയ സമയമായിരുന്നു. ഇപ്പൊ ആരെന്ത് ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്, നിങ്ങൾ സമയവും സ്ഥലവും പറ. അപ്പൊ ഇന്ന് എന്താണ് VDF പോസ്റ്റ് ഇടാണ്, സമയവും സ്ഥലവും പറഞ്ഞില്ല കേട്ടോ. അപ്പൊ പിണറായിക്ക് പറയുന്നത് സംസാരിക്കാം എന്ന് ഉറപ്പായി പറയുന്നത്. അതില് ഈ ചർച്ചയിലേക്ക് എത്താൻ തന്നെ, ഇതിപ്പോ പ്രധാനമായും ഈ ചർച്ചയിലേക്ക് എത്താൻ കാര്യം, ഈ സംവാദത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച നടത്താൻ കാര്യം തന്നെ ലൈഫ് മിഷൻ പദ്ധതിയുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നു. അതിൽ മുഖ്യമന്ത്രിയുടെ അവകാശവാദം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് UDF സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച വീടുകളുടെ എണ്ണമൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 2-3 ദിവസമായി രണ്ടുപേരും ഈ പോയിന്റ് കൗണ്ടർ പോയിന്റ് എന്ന തലക്കെട്ടിൽ മാതൃഭൂമി ദിനപത്രത്തിൽ രണ്ടുപേരുടെ, ഒരു ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ അടുത്ത ദിവസം മുഖ്യമന്ത്രി, അതിനടുത്ത ദിവസം പ്രതിപക്ഷ നേതാവ്, അങ്ങനെയാണ് ഇപ്പോൾ ആ പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടും ഉമ്മൻചാണ്ടിയുടെ കാലത്തെ വീടുമായി ബന്ധപ്പെട്ടും ചർച്ച വരുന്നു. രണ്ടുപേരും തങ്ങളുടെ ന്യായങ്ങൾ പറയുന്നു. ഇന്നലെ VD സതീശൻ അത് ഉപസംഹരിക്കുന്നത്, ഇനി മുഖ്യമന്ത്രി സമയവും സ്ഥലവും ഒക്കെ പറഞ്ഞോളൂ, ആ സ്ഥലത്ത് ഞാൻ എൻ്റെ ചെലവിൽ വരാം. പിന്നീട് അദ്ദേഹം ഇന്നലെ രാവിലെ അത് ഫേസ്ബുക്കിലും ഇട്ടു. സമയം കുറിക്കൂ. അതെ, ഇന്ന് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഒരു വ്യക്തതയും വരുത്തി.